ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആദ്യകാല സ്കൂൾ ജീവിതത്തിനെ കുറിച്ചാണ്. ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പഠിക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഉമ്മ പല സ്കൂളുകാരോടും ചോദിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിയെ കൂടി ഈ സ്കൂളിൽ ചേർക്കുമോ എന്നുള്ളത്. പക്ഷേ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് സാധിക്കില്ല എന്ന്. കാരണം ഞാൻ അന്ന് നടക്കില്ലായിരുന്നു. ഞാൻ താമസിച്ചാണ് എന്നെ സ്കൂളിൽ ചേർത്തത്. കമ്പിയും ചെരുപ്പും ഇട്ടുമാണ് എന്നെ സ്കൂളിൽ വിടുന്നത്. മാക്സിമം ടൈമും കമ്പിയും ചെരുപ്പ് ഇടണം, നടന്നില്ലെങ്കിലും ആ കാലിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പിയും ചെരുപ്പും തീർച്ചയായിട്ടും ഇട്ടേ മതിയാവുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളുകാരൊക്കെ പലരും എന്നെ ഒഴിവാക്കിയിരുന്നു. ഒരു സ്കൂളിൽ മാത്രം സ്വീകരിച്ചു. നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആ കുട്ടിയെ വിട്ടോളി, നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ കുട്ടിയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ആ സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ വ്യാനിൽ വരെ എടുത്തുകൊണ്ടാക്കും. അതിനുശേഷം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സ്കൂളുകാർ എന്നെ എടുത്തുകൊണ്ടാണ് പോണത്. എൻ്റെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കും. ആ സ്കൂളിലെ ടീച്ചറൊക്കെ ഒരുപാട് സ്നേഹത്തിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. നളന്ദ നഴ്സറി സ്കൂളാണ് ആ സ്കൂള്. പിന്നെ 4ാം ക്ലാസ് വരെ ഞാൻ ആ സ്കൂളിൽ പഠിച്ചു. അവിടുത്തെ ടീച്ചർമാരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അത്രയും നാൾ അവിടെ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഈ സ്കൂളിൽ 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ വേറൊരു ഹൈസ്കൂളിലേക്ക് ചേർത്ത്. ആ സ്കൂൾ എൻ്റെ വീടിനടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നടന്നാണ് പോണത്. 5ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം നടക്കുമായിരുന്നു. കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ ഞാൻ ഒരു പോസ്റ്റിലെ മരത്തിലൊക്കെ പിടിച്ച് ഞാൻ കുറച്ച് നേരം നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് താമസിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ സ്കൂളിൽ ബെല്ലടിക്കും. ആദ്യമൊക്കെ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വരുമായിരുന്നു. പിന്നെ എനിക്ക് 2 അനിയത്തിമാരാണ്. അതിൽ ഒരു അനിയത്തി എൻ്റെ കൂടെയാണ്. ഞാൻ താമസിച്ചാണ് എന്നെ സ്കൂളിൽ ചേർത്തത്. അപ്പോൾ അനിയത്തി ഞാനും ഒരു ക്ലാസ്സിലാണ്. അപ്പം ഞാനും അനിയത്തിയും കൂടിയാണ് പോണത്. ആ സ്കൂളിൽ നിന്നും ടീച്ചർമാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഹയർ സെക്കൻഡറിക്ക് ദൂരെ ഒരു സ്കൂളിലാണ് കിട്ടിയത്. അങ്ങനെ എനിക്ക് പേടിയായിരുന്നു പോകാനും വരാനും ഒക്കെ. ബസ്സിൽ കയറി വേണം പോവുകയും വരികയൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ മടിച്ചിരുന്നു പോകാൻ. അപ്പോൾ ഉമ്മാക്കൊരു പേടിയായി, ബസ്സിൽ കയറി പോകണം. ഞാൻ നടന്നു പോകുമ്പോൾ തന്നെ മറിഞ്ഞു വീഴാറുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ സായം അങ്ങനെ ഇടിച്ച് പോകും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചുറ്റും കാണുന്നവരൊക്കെ എന്നെ പിടിച്ചിളക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ബസ്സിലൊക്കെ കയറി പോണ കാര്യം ഓർക്കുമ്പോൾ ഉമ്മാക്കൊരു പേടിയായിരുന്നു. എൻ്റെ ആങ്ങളയുടെ ഭാര്യയാണ് പറഞ്ഞത്, എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് നിനക്ക് കഴിയും, നിന്നെക്കാളും ബുദ്ധിമുട്ടി ജീവിക്കുന്ന കുട്ടികളൊക്കെ ബസ്സിലൊക്കെ കയറി പോകുന്നുണ്ട്, കുറേ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നില്ലേ, നിനക്ക് അതിന് സാധിക്കും എന്നുള്ള പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ അതിലേക്ക് നയിച്ചത് എൻ്റെ ആങ്ങളയുടെ ഭാര്യയാണ്. അങ്ങനെ പിന്നെ ഞാൻ +2 ഞാൻ പഠിക്കാൻ പോയി തുടങ്ങി. ബസ്സിൽ പോയും വരെയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയും വരെയൊക്കെ ചെയ്തത്. ആ സ്കൂളിൽ നിന്നും ആ സ്കൂളിലെ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബസ്സിൽ കയറുമ്പോൾ എൻ്റെ ബാഗ് അവർ പിടിക്കും. അവരെനിക്ക് കയറാൻ വേണ്ടി ഒഴിഞ്ഞു തരും, സീറ്റ് എനിക്ക് ഒഴിച്ചു തരും. എല്ലാ രീതിയിലും ആ ബസ്സിൽ നിന്നൊക്കെ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഡിഗ്രിക്ക് ദൂരെ ഒരു കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അവിടെയും എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ആ കോളേജിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോകാൻ നല്ല ദൂരമുണ്ട്. അതിനുശേഷം പിന്നെ സ്റ്റെപ്പ് കയറി പോകണം. പിന്നെ എൻ്റെ ക്ലാസ്സിൽ പോകാൻ വീണ്ടും ദൂരമുണ്ട്. അങ്ങനെ അത്രയും ദൂരം നടന്നു പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസമൊക്കെ പോയി. എൻ്റെ കഷ്ടപ്പെട്ടുള്ള പോക്കുകൾ കണ്ടപ്പോൾ എൻ്റെ ക്ലാസ്സിലെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സീനിയറായ കുട്ടികളും കൂടെയൊക്കെ ചേർന്ന് എനിക്ക് ആ കോളേജിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു കുറുക്ക് വഴി റെഡിയാക്കി തന്നു. കുറുക്ക് വഴി എല്ലാ കുട്ടികളും പോകുന്നൊരു വഴിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലേയും പോകാൻ ബുദ്ധിമുട്ടാണ്. അവിടെ കല്ലും കട്ടയും കുറ്റിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഷോർട്ട് കട്ട് ഉള്ള വഴിയാണത്. കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ അവർ നമ്മട്ടി കൊണ്ടുവന്ന് ചെത്തിപ്പറിച്ച് അവിടെയുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി അത്രയേറെ ബുദ്ധിമുട്ടി അവർ ആ വഴി എനിക്ക് നന്നാക്കി തന്ന്. പിന്നെ ഞാൻ എന്നും അതിൽ തന്നെ വന്നു തുടങ്ങി. അങ്ങനെ 2 വർഷം ഞാൻ അവിടെ പഠിപ്പിച്ചു. അതിനുശേഷം എൻ്റെ കല്യാണമായിരുന്നു. കല്യാണം വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.
ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ വിട്ടുപോയി. എനിക്ക് ലേഡീസ് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞാൻ അവിടെ ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവർ എന്നെ കാത്തു നിൽക്കും. ഞാൻ ചിലപ്പോൾ ലേറ്റായി പോകും. അപ്പോഴൊക്കെ അവരോട് കാത്തു നിൽക്കും. അവർ എൻ്റെ കൈയും പിടിച്ച് എൻ്റെ ബാഗും അവർ മേടിച്ചിട്ട് അവരെൻ്റെ കൈയും പിടിച്ചാണ് അവർ കൊണ്ടുപോണത്. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നു എൻ്റെ കോളേജ് ജീവിതം. അസ്സലാമു അലൈക്കും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.